ഇന്ത്യയിൽ പഠിക്കുന്നതൊന്നും അല്ല വലിയ കാര്യം, വിദേശത്ത് പോയി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് കരുതിയിട്ട് ഇപ്പൊ നമ്മുടെ കുട്ടികൾ മുഴുവൻ അങ്ങനെ പലരും വിദേശത്ത് പഠിക്കാൻ പോകുന്നുണ്ടല്ലോ. അയാൾ ഒരു യൂറോപ്പിലെ ഒരു വലിയ സർവകലാശാലയിൽ, ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയിൽ പഠിക്കാൻ പോയി. അപ്പോ അവിടെ ചെന്നപ്പോ ഇവിടുന്ന് ഇങ്ങനെ നിങ്ങളെപ്പോലെയുള്ള സാധാരണ കുട്ടിയായിട്ട് +2 ഒക്കെ കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിനാ പോയത്. പക്ഷെ അവിടെ ചെന്ന് പിറ്റേ ദിവസം മുതല് എല്ലാ ദിവസവും നമ്മളെ വിളിച്ചു ചോദിക്കും, ഭഗവത്ഗീതയുടെ ഏറ്റവും നല്ല ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഏതാണ്, ഭഗവത്ഗീത പഠിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു, ഇയാൾക്ക് എന്ത് പറ്റി? ഇവിടെ ആയിരിക്കുമ്പോ അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്ത ആള് വിദേശത്ത് ചെന്ന് ഭഗവത്ഗീത പഠിക്കണം, വേദം പഠിക്കണം, മെഡിറ്റേഷൻ ചെയ്യാൻ എന്ത് ചെയ്യണം. വാസ്തവത്തിൽ സംഭവിച്ചത്, അവിടെ ചെന്നപ്പോ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ഇവരൊക്കെ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ വരുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു വലിയ ലൈഫ് സ്കിൽസ് പഠിപ്പിക്കുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്, അത് ഭഗവത്ഗീതയാണ്, അതറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾക്ക് അറിഞ്ഞൂടാ. ഇയാൾ പറഞ്ഞു, ഭഗവത്ഗീത എന്ന് അറിഞ്ഞൂടാ എനിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ പ്രൊഫസർ പറഞ്ഞു അത്രേ, ആദ്യം പോയി ഭഗവത്ഗീത മനസ്സിലാക്കൂ, നിങ്ങൾ ഇന്നലെ ഉള്ളതിൽ നിന്നും കുറച്ചും കൂടെ ബെറ്റർ ആവും, നിങ്ങളൊരു നല്ല മനുഷ്യനാവും, നിങ്ങളൊരു നല്ല ആശയമുള്ള ആളായി മാറും, ആദ്യം ഭഗവത്ഗീത പഠിക്കൂ എന്ന് വിദേശ സർവകലാശാലയിലെ ഇവരൊക്കെ ബഹുമാനിക്കുന്ന പ്രൊഫസർ പറഞ്ഞു. ലോകം ഇന്ന് ഭഗവത്ഗീതയെ കാണുന്നത് ജീവിതത്തിന് കരുത്തുള്ള ഒരു ദർശനമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവത്ഗീത പഠിച്ചാൽ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഇല്ലേ, അത് ജീവിതത്തിൽ എല്ലായിടത്തും ഉണ്ടാവും. ചില ഉറപ്പുകൾ ഭഗവാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത ലോകം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഗീതയുടെ ആശയങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും.